ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗോതമ്പ് കൊഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് ഇഡ്ഡലി പാത്രം ഗ്യാസിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം എണ്ണ തേച്ചിട്ട് ഓരോ ഉരുളകളാക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആ പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടിപൊളി ഗോതമ്പ് കൊഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിക്കൊഴക്കട്ട അത്ര രുചിയില്ലെങ്കിലും സൂപ്പർ ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്.